ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബേബി ഷൂ മേക്കിംഗ് ആണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നല്ല കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാനിന്ന് ബേബി ഷൂ ഉണ്ടാക്കുന്നത്. ബേബി ഷൂ ഉണ്ടാക്കാൻ അളവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോക്സ് ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അളവിന് വേണ്ടിയിട്ട് സോക്സ് എടുത്തത്. പിന്നെ ഞാൻ ഇതുപോലുള്ള ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടാറില്ലേ, ആ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ കവറിൽ സോക്സിൻ്റെ അടിവശം നമുക്കൊന്ന് അളവെടുക്കാം. അതുപോലെ കറക്റ്റായിട്ട് സോക്സ് വെച്ചിട്ട് അടിവശം ഒന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഷൂ ഉണ്ടെങ്കിൽ ഷൂ വെച്ചിട്ടാണ് ഇതുപോലെ അളവെടുക്കുക. ഈ കവറിന് പകരം നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അടിവശം ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കുള്ളതും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നല്ല ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല കോട്ടൻ്റെ ക്ലോത്ത് ആണ്. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത പാറ്റേൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ കോട്ടൻ്റെ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഷൂവിൻ്റെ അടിഭാഗത്തേക്കുള്ളത് നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തേക്കുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ക്ലോത്താണ് ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഷൂവിന്. ഇനി ഈ ക്ലോത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡിലേക്കുള്ള ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. വീതി 12.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലേക്കുള്ള പീസും അതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ അതും കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ബേബി ഷൂ മേക്കിങ്ങിനായിട്ട് ഇത്രയുമാണ് ഇതിൻ്റെ കട്ടിങ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത് രണ്ടും വെച്ചിട്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്തും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ വലിയ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ സെൻറ്ററും കറക്റ്റായിട്ട് വരുന്ന പോലെ വെച്ചിട്ട് ഈ തുണി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഷൂ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഷൂവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിൽ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റേ ഷൂവും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷൂവിൻ്റെ നീളം, അതായത് മുകളിലേക്കുള്ള നീളം ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഷൂവിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇതുപോലുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായി എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.